ഹലോ ഗൈസ്, അപ്പോൾ റിമംബർ ചെയ്യുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്ന് കളിക്കാൻ വന്ന റോബ്ലോക്സ് ആണ്. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ള 2 മാസമായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോസൊന്നുമില്ല. സോറി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനി തൊട്ട് ഞാൻ മാക്സിമം വീഡിയോസ് ഇടാൻ നോക്കാം. നമ്മൾ ആദ്യം തന്നെ കളിക്കാൻ പോകുന്നത് റോബ്ലോക്സ് ആണ്. റോബ്ലോക്സിൽ ഒരു സർവൈവ് 99 ഡേയ്സ് അറ്റ് ഫോറസ്റ്റിലാണ് ഇതിൻ്റെ പേര്. നമുക്കെന്തെങ്കിലും അത് കളിച്ചു നോക്കാം. This game is based on a true story. Some details has been changed. The reports were made of deer standing on an unnatural way in the forest. അങ്ങനെയൊക്കെ ഇത് റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓ എൻ്റെ മോനെ ഇത് സീനാണല്ലോ. ഒരു വിജയനെ പറ്റി ഇത് ഇത്ര ഉള്ളു. മാപ്പ് നമുക്ക് ഇത്ര ഉള്ളു തോന്നുന്നു. ഓൾഡ് സാക്ക് ഇതെന്നെ ചെയ്യേണ്ടതന്നെ. ചോപ്പ് ട്രീസ് അങ്ങനെയാണ്. ആക്സ് എടുത്തിട്ട് ഇങ്ങനെ വെട്ടണം. പക്ഷെ കയ്യിൽ ആക്സ് ആണുള്ള പിന്നെ ഞെക്കിയിട്ട് ഇങ്ങനെയാണല്ലോ വെട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ ഇത് വെട്ടണം. നമുക്ക് ഇത് വെട്ടിയിട്ട് അവിടെ തീ കത്തിക്കണം തോന്നുന്നു. കമോൺ, പൊട്ടി വീടല്ലല്ലോ ഇവിടെ. മരം കിട്ടാത്ത എന്നാലും ഇത് പണ്ണി ചാവ് ഈ പണ്ണീനെ കൊന്നു. ഓ മൈ ഗോഡ്. ഈ മരം വെട്ടാം. വെട്ടാം. സൈഡിൽ കാണുന്ന പീച്ച് കളറ് ഇതിൻ്റെ ഫുഡാണോ സംഭവം? മോർസലാന്ന് പറയണത്. രാത്രി അവിടെ തുടങ്ങിയിട്ട് നമ്മളാണ് ഇതുവരെ ഒരു ക്യാമ്പിലാണ് ഒന്നും ചെയ്തിട്ടുമില്ല. നമ്മുടെ കൂടെ ആരെയും ചിരിക്കുന്നുണ്ടായിരുന്നു. ചത്തുന്നു തോന്നുന്നു കേട്ടോ. നമ്മുടെ കൂടെ ആരും ഇല്ല. അതിൻ്റെ ഇടയിൽ കൂടി പോകണ്ട. അതെന്തെങ്കിലും ക്രാഫ്റ്റ് പറഞ്ഞു തരും. കത്തിയുണ്ട്. കുറച്ചും കൂടി ഫുഡിൻ്റെ ആവശ്യമുണ്ട്. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. ഓ മൈ ഗോഡ്. നമുക്ക് നൈറ്റ് ഈസ് അപ്രോച്ചിങ് എന്നാണ് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും നേരെ പോയി തീ കത്തിക്കട്ടെ. ഇപ്പം തന്നെ തീരും. തീ കത്തിക്കട്ടെ. നൈറ്റ് ഈസ് അപ്രോച്ചിങ് എന്നാണ്. മരം വെട്ടട്ടെ. ഓ നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളത് കെട്ടും പോയിട്ടോ. മിക്കവാറും നമ്മൾ ചാവാനാണ് ചാൻസ്. ശബ്ദം കേൾക്കുന്നുണ്ട്. ചാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നണത്. ഓ മൈ ഗോഡ്. പെട്ട് ഇത് മിസ്സിംഗ് എന്ന് പറഞ്ഞെന്തോ കാണിക്കുന്നത്. ഈ പിള്ളേരെ നമ്മൾ കണ്ടുപിടിക്കാൻ വന്നാണോ? ചിലപ്പോൾ അതങ്ങനെ ആയിരിക്കും. ഈ വലിയ മരമൊന്നും വെട്ടാൻ പറ്റില്ലായിരിക്കും. നമുക്ക് ചെറിയ മരം പോയി അന്വേഷിക്കും. അത് പെട്ടെന്ന് കെട്ടുവാണല്ലോ. നമുക്ക് കുറേ വുഡിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ വെട്ടിയിട്ട വുഡ് നമുക്ക് മുഴുവൻ സ്റ്റോർ ചെയ്യണം. എന്തൊക്കെയൊക്കെയോ ശബ്ദം കേൾക്കണ്ടിട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതെങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഇടണേ? നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ ഓക്കെ. പോയി അത് കത്തിക്കാം. പെട്ടെന്ന് അങ്ങ് കത്തി തീരുന്നില്ലല്ലോ. സൈഡിൽ കിട്ടുന്നില്ലൂടെ. നമുക്ക് കുറച്ച് മരത്തിൻ്റെ ആവശ്യമുണ്ട്. മരം കിട്ടിട്ടോ. നമ്മുടെ മാപ്പും വലുതായിട്ടുണ്ട്. ഇത് അവിടെ ഒരു വീടും കാണുന്നുണ്ട്. ലാഗായി നമുക്കവിടെ ഒരു വീടും കാണുന്നുണ്ട്.
വീട് കാണാൻ പറ്റും. ഓ ഉണ്ടായെങ്കിൽ പേടിയാണോ? somewhere deep in the forest. Whoa, whoa, oh my god, oh my god guys, somewhere in the deep in the forestന്റെ ഏറ്റവും ഏതോ ഒരു നമുക്കൊന്നും നടക്കില്ല. മരം പോയി പോകുന്നില്ല. മരമില്ലേ? ഓക്കെ, സമയം ഡീപ്പിൻ്റെ പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. ഇനി അതങ്ങനെ വന്നിട്ട് നമ്മൾ കണ്ടല്ലോ. എന്തിനാ 100% ആക്കണമെന്ന് അവരും കുറച്ച് സമയന്മാർ. ഓ ഞാൻ അവിടെ എന്തോ കണ്ടു കേട്ടോ. ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ചാവും. പിന്നെ ഞാൻ എന്തോ കണ്ടു അവിടെ. സത്യത് മരം വെട്ടി വീഴുക, മരം വെട്ടി വാ. രാവിലെ ആയി, ഡേ 3 ആയി. കുറച്ചും കൂടി മരം. ഞാൻ ആദ്യമായിട്ടാണ് കളിക്കണത്. സംഭവം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് അവിടെ കുറച്ച് മരം വീണ് നടക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇട്ടിട്ടതായിരിക്കും. എല്ലാം ക്യാരി ചെയ്യുക. നമുക്ക് ക്യാമ്പ് ഫയർ കത്തിക്കണം. ക്യാമ്പ് ഫയർ കത്തിക്കാം. അയ്യോ ഈ വീട്ടിൽ നമുക്ക് നിന്നാണ്ട കാര്യമില്ലുള്ളൂ, നിൽക്കേണ്ട കാര്യമില്ലുള്ളൂ. ഇത് ഇവിടെ ബെഡൊക്കെ ഉണ്ട്. ഡോഗ് റേഞ്ചർ എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ട് കേട്ടോ. ഓപ്പൺ സ്റ്റേ ഒരു ആക്സ്, ഗുഡ് ആക്സ്. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. എനിക്കിവിടെ ഇത് ബെഡ് കണ്ടിട്ടുണ്ടല്ലോ. ബെഡ് വാങ്ങാൻ പറ്റുമോ? നമുക്ക് മൈൻക്രാഫ്റ്റ് ഇതിനുള്ള സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉറങ്ങാൻ പറ്റില്ല, വെറുതെ ഒരു ഷോക്ക് മാത്രം. നൈറ്റായിട്ടോ, ഇവിടെയൊക്കെ ഇരുട്ടായി. ഞാൻ ഇത്രയും രാത്രി പോകേണ്ട ഒരു ആവശ്യമില്ല. അയ്യോ